ഇന്ന് ശിവരാത്രി. ഇന്നലെ ഉദയന്നൂർ അമ്പലത്തിൻ്റെ നടയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. കുറേ സമയം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ നോക്കിയ ഈ പട്ടിക്കുട്ടനെയാണ്. ഇവൻ ആ നേരെ അമ്പലത്തിൻ്റെ നേരെ നടയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. അവിടെ വേട്ട ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ വേട്ട കാണാനായിട്ട് വേട്ടയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് എല്ലാവരും അമ്പലത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ഇവനും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചത് എണീറ്റ് നിൽക്കാനാവതില്ല. കാലിന് വൈകല്യമുണ്ട്, കൈക്ക് വൈകല്യമുണ്ട്. അതിലൊക്കെ ഉപരി വായിക്കാത്തിട്ട് എന്തോ ചവച്ചിട്ട മൂലം അവൻ ചവയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കരുതി നാട്ടുകാർ കൊടുത്ത കപ്പലണ്ടി കുറിക്കുകയായിരിക്കുമെന്ന്. കപ്പലണ്ടി കുറിക്കുകയല്ല, അതും അവൻ്റെ എന്തോ ഒരു ഡിസേബിലിറ്റിയാണ്. അവനിങ്ങനെ ചവച്ച് നിൽക്കുന്ന മാതിരി നിൽക്കും. എപ്പോഴും അനക്കി നിൽക്കും. പാവം, അതും വയ്യായികയാണ്. പക്ഷേ ഇതൊക്കെ ഉപരി എനിക്ക് അവനെ ഇഷ്ടപ്പെട്ട ഈ വൈകല്യം വെച്ചിട്ടും അവൻ എത്ര മണിക്കൂർ അങ്ങനെ നിന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വെറും റീൽസിന് വേണ്ടിയിട്ട് ഞാൻ 1 മിനിറ്റ് ആ ഒരു വീഡിയോ എടുത്തു എന്ന് ചോദിച്ചാൽ ഇവൻ തുടക്കം മുതൽ ഞങ്ങൾ എപ്പോൾ അമ്പലത്തിലെത്തി അപ്പം മുതൽ ഇവൻ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇച്ചിരി വിഷപ്പിശക്കായിട്ട് ആരെങ്കിലും കണ്ടാൽ അവരെ നോക്കി കുരയ്ക്കാനും അവന് മടിയില്ല. അപ്പം ഞാൻ കരുതി ദൈവമേ കുരയ്ക്കുന്നതിന് നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് അടിക്കുമോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടത്. അപ്പോൾ ആരും അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവൻ അവിടെ ഉള്ളവനാണ്, അവൻ്റെ സ്ഥിരം ജോലി ഇതാണ്, അമ്പലത്തിൻ്റെ നടയിൽ കാവൽ നിൽക്കുക. അത് വല്ലാത്തൊരു ജോലി തന്നെ അല്ലേ. ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുത്ത് കളയാന്ന്. അവൻ്റെ ആ ആരോഗ്യവും ആ ആവതും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് വല്ലാണ്ട് പോയി ഒന്ന് തൊട്ട് തലോടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചെന്ന് തലോടാനായിട്ട് ചെന്നിട്ട് ഞാൻ എൻ്റെ ഒരു കടി മേടിച്ച് കൂട്ടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ദൂരെ നിന്നൊരു വീഡിയോ എടുത്തു. പക്ഷേ എല്ലാവരും കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് 1 ഇഞ്ച് മാറാണ്ട് അവിടെ തന്നെ നിന്ന് അവ തിന്നുകൊണ്ട് നിൽക്കുക. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ. സമ്മതിക്കണം അവൻ്റെ ഗട്ട്സ് കേട്ടോ. ഒറ്റയ്ക്ക് പാവം.